മുംബൈ ദർപ്പൺ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കർമ്മപ്രിയനും കർമ്മഫലപ്രദായിയുമായ ശനി വർഷം 2025 ജൂലൈ 13 മീനം രാശിയിൽ തൻ്റെ സ്വന്തം നക്ഷത്രമായ ഉത്രട്ടാതിയിൽ വക്രഗതിയിലാകുന്നതായിരിക്കും. അതായത് റീട്രോഗ്രേഡ് ആകുന്നതായിരിക്കും. ഇങ്ങനെ വക്രഗതിയിൽ സഞ്ചരിച്ച് വർഷം 2025 ഒക്ടോബർ 3 ഗുരുവിൻ്റെ നക്ഷത്രമായ പൂരുരുട്ടാതി നക്ഷത്രത്തിൻ്റെ 4-ാം പാദത്തിലേക്ക് തിരിച്ച് പ്രവേശിക്കുന്നതുമായിരിക്കും. വർഷം മുഴുവനും കൃത്യമായി പറഞ്ഞാൽ 2026 ജനുവരി 20 വരെ പൂരുരുട്ടാതിയിൽ തന്നെ സഞ്ചരിക്കുന്നതുമായിരിക്കും. ജൂലൈ 13 മുതൽ നവംബർ 28 വരെ ഏകദേശം 138 ദിവസത്തോളവും ശനി റീട്രോഗ്രേഡായിട്ടായിരിക്കും സഞ്ചരിക്കുന്നത്. സൂര്യനും ശനിയും തമ്മിലുള്ള ദൂരം 120 ഡിഗ്രിയിൽ കൂടുമ്പോഴാണ് ശനി റീട്രോഗ്രേഡ് ആകുന്നത്. അതുപോലെ പിന്നീട് സൂര്യനും ശനിയും തമ്മിലുള്ള ദൂരം 120 ഡിഗ്രിയിൽ കുറയുമ്പോൾ ശനി നേരെ, അതായത് ഡയറക്റ്റ് സഞ്ചരിക്കുവാൻ തുടങ്ങുന്നു എന്നുമാണ് മനസ്സിലാക്കേണ്ടത്. എല്ലാ വർഷവും ഏകദേശം ഈ സമയത്തോടടുപ്പിച്ച് ശനി വക്രഗതിയിലാകുന്നതാണ്. അതും ഏകദേശം 140 ദിവസത്തോളം. ശനിയുടെ ഈ സഞ്ചാരമാറ്റം നിങ്ങളിൽ എന്തൊക്കെ പ്രഭാവങ്ങൾ ചെലുത്തും എന്നതിനെക്കുറിച്ചാണ് ഇവിടെ ഞാൻ വിവരിക്കുന്നത്. ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനയെ അടിസ്ഥാനമാക്കിയുള്ള പൊതുഫലങ്ങളാണ്. നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹനില, ഇപ്പോഴത്തെ മഹാദശ, അപഹാരം എന്നിവയിൽ വരുന്ന വ്യത്യാസങ്ങൾ കാരണം ഫലങ്ങളിലും ചില്ലറ ഏറ്റക്കുറച്ചിലുകൾ വരുവാൻ സാധ്യതകളുണ്ട്. ശനി നിങ്ങളുടെ 3ഉം 4ഉം ഭാവങ്ങളുടെ അധിപനാണ്. ഇപ്പോൾ നിൽക്കുന്നതും വക്രഗതിയിലാകുന്നതും 5-ാം ഭാവമായ മീനത്തിലാണ്. ശനിയുടെ 3-ാം ദൃഷ്ടി പതിക്കുന്നത് നിങ്ങളുടെ 7-ാം ഭാവത്തിലും 7-ാം ദൃഷ്ടി പതിക്കുന്നത് 11-ാം ഭാവത്തിലും 10-ാം ദൃഷ്ടി പതിക്കുന്നത് ധനസ്ഥാനമായ 2-ാം ഭാവത്തിലുമാണ്. ഈ സമയം വിദ്യാർത്ഥികൾക്ക് വളരെ നല്ലതായിരിക്കും. പരീക്ഷകളിലും മറ്റും നന്നായി പെർഫോം ചെയ്യുവാൻ സാധിക്കുന്നതാണ്. ആഗ്രഹിച്ച കോളേജിലും കോച്ചിങ് സെൻറ്ററിലും മറ്റും അഡ്മിഷൻ ലഭിക്കുന്നതുമായിരിക്കും. ഈ സമയത്ത് സന്താനപക്ഷത്തെക്കുറിച്ച് എന്തെങ്കിലും ആശങ്കകളുണ്ടെങ്കിൽ അതെല്ലാം തന്നെ മാറിക്കിട്ടുന്നതും അവരിൽ നിന്നും ശുഭവാർത്തകൾ ലഭിക്കുന്നതുമായിരിക്കും. അപ്രതീക്ഷിത ധനാഗമനം ഉണ്ടാകുവാനും യോഗം കാണുന്നുണ്ട്. ശനി 4-ാം ഭാവത്തിൻ്റെയും അധിപനാണല്ലോ. ഈ സമയത്ത് പ്രോപ്പർട്ടിയുടെ ക്രയവിക്രയങ്ങളിൽ നല്ല ലാഭം ലഭിക്കുന്നതായിരിക്കും. പുതിയ വീട് വാങ്ങാനോ അതല്ലെങ്കിൽ പഴയ വീടിൻ്റെ റിപ്പയറിങ്ങോ മറ്റും നടത്തുവാനും സാധ്യതകളുണ്ട്. കുടുംബസ്വത്തിലോ മറ്റ് പ്രോപ്പർട്ടികളിലോ ഡിസ്പ്യൂട്ടുകളും മറ്റും ഉണ്ടെങ്കിൽ അതിന് പരിഹാരമാർഗങ്ങൾ കണ്ടെത്തുന്നതായിരിക്കും. ഈ സമയത്ത് വീട്ടിലേക്ക് ലക്ഷറി ഐറ്റംസ്, ആഭരണങ്ങൾ, ഇലക്ട്രോണിക് സാധനങ്ങൾ എന്നിവ വാങ്ങുവാനും യോഗമുണ്ടാകും. രാഷ്ട്രീയ രംഗത്തുള്ളവർക്ക് പൊതുജനപ്രീതി വർദ്ധിക്കുന്നതും പാർട്ടിയിൽ സ്ഥാനക്കയറ്റങ്ങളും മറ്റും ലഭിക്കുന്നതുമായിരിക്കും. മാതാവിൻ്റെ എല്ലാ സഹായ സഹകരണങ്ങളും പ്രതീക്ഷിക്കാവുന്നതാണ്. ഇളയ സഹോദരങ്ങളുമായി വാക്കുതർക്കങ്ങളോ അഭിപ്രായ വ്യത്യാസങ്ങളോ കലഹങ്ങളോ മറ്റും ഉണ്ടെങ്കിൽ ഈ സമയത്ത് അതെല്ലാം തന്നെ മാറിക്കിട്ടുന്നതായിരിക്കും. കൂടാതെ അവരുടെ എല്ലാ സഹായ സഹകരണങ്ങളും പ്രതീക്ഷിക്കാവുന്നതുമാണ്. നിങ്ങളുടെ ആത്മധൈര്യത്തിൽ വർധനവുണ്ടാകുന്നതും എന്തിനേയും നേരിടാനുള്ള ഒരു മനസ്ഥിതി ഉണ്ടാകുന്നതുമായിരിക്കും. ഈ സമയത്ത് കമ്മ്യൂണിക്കേഷൻ സ്കില്ലിൽ വർധനവുണ്ടാകുന്നതും മറ്റുള്ളവരെ വളരെ ഈസിയായി കൺവിൻസ് ചെയ്യുവാൻ സാധിക്കുന്നതുമായിരിക്കും. ഇത് മാർക്കറ്റിംഗ്, ബാങ്കിങ്,
കൺസൾട്ടൻസി മാതിരി ഈ വക ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവർക്ക് പല നേട്ടങ്ങളും വരാൻ സഹായിക്കുന്നതായിരിക്കും. ഹ്രസ്വദൂര യാത്രകൾ ചെയ്യുന്നതും അതിൽ പ്രതീക്ഷിച്ച ശുഭഫലങ്ങൾ ലഭിക്കുന്നതുമായിരിക്കും. ഇനി ശനിയുടെ ദൃഷ്ടിഫലങ്ങളെക്കുറിച്ചാണ് വിവരിക്കുന്നത്. ശനിയുടെ 3-ാം ദൃഷ്ടി പതിക്കുന്നത് 7-ാം ഭാവത്തിലാണ്. 7-ാം ഭാവം ദാമ്പത്യ ജീവിതം, പാർട്ട്ണർഷിപ്പ്, വിവാഹം, വ്യാപാരം, വ്യവസായം എന്നിവയുമായിട്ടെല്ലാം ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഈ സമയത്ത് ദാമ്പത്യ ജീവിതത്തിൽ അല്പം ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നതായിരിക്കും. ചെറിയ ചെറിയ കാരണങ്ങളാൽ പോലും വാക്കുതർക്കങ്ങളും സൗന്ദര്യ പിണക്കങ്ങളും മറ്റും ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട്. അതിനാൽ സംസാരത്തിലും പെരുമാറ്റത്തിലും നല്ല സൗമ്യത പുലർത്തണം. ജീവിത പങ്കാളിയുടെ ആരോഗ്യത്തിലും പ്രശ്നങ്ങൾ വരാനിടയുണ്ട്. ഈ കാര്യത്തിലും ശ്രദ്ധിക്കണം. പാർട്ട്ണർഷിപ്പിൽ ബിസിനസ് ചെയ്യുന്നവർ എല്ലാ തീരുമാനങ്ങളും ഒന്നിച്ചു വേണം എടുക്കുവാൻ. വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ആദ്യം അതിൽ ചില തടസ്സങ്ങളെ നേരിടേണ്ടി വരും. ശനിയുടെ 7-ാം ദൃഷ്ടി പതിക്കുന്നത് നിങ്ങളുടെ ലാഭസ്ഥാനമായ 11-ാം ഭാവത്തിലാണ്. ഈ സമയത്ത് ലാഭസ്ഥിതികളിൽ ചില്ലറ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട്. വരുമാനം സാമാന്യമായിരിക്കുമെങ്കിലും ചിലവുകൾ അസാമാന്യമായിരിക്കും. അതിനാൽ ബജറ്റ് അനുസരിച്ച് വേണം ചിലവുകൾ ചെയ്യുവാൻ. ശനി നിങ്ങളുടെ ജാതകത്തിൽ ബലഹീനനാണെങ്കിൽ കരിയറിലും തൊഴിൽ രംഗത്തും പരിവർത്തനങ്ങൾ വളരെ സൂക്ഷിച്ചു വേണം ചെയ്യുവാൻ. മൂത്ത സഹോദരങ്ങളുമായി വാക്കുതർക്കങ്ങളോ കലഹങ്ങളോ ഉണ്ടാകാതിരിക്കുവാനും ശ്രദ്ധിക്കണം. ഈ സമയത്ത് മറ്റുള്ളവർ പറയുന്നത് കേട്ട് എടുത്തിയാടിയൊന്നും തന്നെ ചെയ്യാൻ പാടില്ല. 2ഉം 5ഉം ഭാവങ്ങളുടെ അധിപൻ ഗുരു അതിചാരിയായിട്ടാണ് സഞ്ചരിക്കുന്നത്. അതായത് അതിവേഗത്തിലാണ് ഗുരുവിൻ്റെ സഞ്ചാരം. സാധാരണ 12 മാസം കൊണ്ടാണ് ഗുരു ഒരു രാശി സഞ്ചരിച്ച് തീർക്കുന്നത്. പക്ഷേ 2025 മെയ് 14-ാം തീയതി മിഥുനത്തിൽ പ്രവേശിച്ച ഗുരു 2025 ഒക്ടോബർ 18-ാം തീയതി മിഥുനം രാശി മുഴുവനും സഞ്ചരിച്ച് കർക്കിടകത്തിൽ പ്രവേശിക്കുന്നതായിരിക്കും. അതായത് 1 വർഷം കൊണ്ട് സഞ്ചരിച്ച് തീർക്കേണ്ട മിഥുനം രാശി വെറും 5 മാസം കൊണ്ട് സഞ്ചരിച്ച് തീർക്കുന്നതായിരിക്കും. ഈ സമയത്ത് എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് ധൃതി പിടിച്ച് ചെയ്തു തീർക്കാനുള്ള ഒരു പ്രവണത നിങ്ങളിൽ ഉടലെടുക്കുന്നതായിരിക്കും. ഇത് ചിലപ്പോൾ ഹാനികൾ വരാനും ഇടയാക്കുന്നതായിരിക്കും. കൂടാതെ ഗുരു 8-ലുമാണല്ലോ നിൽക്കുന്നത്. ഇവ കാര്യങ്ങൾ ഓർത്തുകൊണ്ട് വേണം എല്ലാ കാര്യങ്ങളും ചെയ്യുവാൻ. ശനിയുടെ 10-ാം ദൃഷ്ടി പതിക്കുന്നത് നിങ്ങളുടെ 2-ാം ഭാവത്തിലാണ്. ഇവിടെ ഗുരുവിൻ്റെ ദൃഷ്ടിയും പതിക്കുന്നുണ്ട്. ഈ സമയത്ത് സംസാരത്തിലും പെരുമാറ്റത്തിലും നല്ല സൗമ്യത പുലർത്തണം. നിക്ഷേപങ്ങളും മറ്റും നന്നായി സ്റ്റഡി ചെയ്തിട്ട് വേണം ചെയ്യുവാൻ. കുടുംബത്ത് എല്ലാവരോടും നന്നായി കോപ്പറേറ്റ് ചെയ്ത് വേണം കാര്യങ്ങൾ ചെയ്യുവാൻ. സാമ്പത്തിക ഇടപാടുകൾ ഈ സമയത്ത് നല്ല ജാഗ്രതയോടെ വേണം ചെയ്യുവാൻ. ഇതാണ് ശനി വക്രഗതിയിലാകുമ്പോൾ വൃശ്ചികം രാശിക്കാരിൽ ചെലുത്തുന്ന പ്രഭാവങ്ങൾ. കൂടുതൽ ശനിപ്രീതി ലഭിക്കുന്നതിനായി നിത്യവും ഹനുമാൻ ചാലീസ ജപിക്കുന്നതും ശ്രവിക്കുന്നതും നല്ലതായിരിക്കും. അതുപോലെ ഹനുമാൻ സ്വാമിയുടെയും ശാസ്താവിൻ്റെയും ക്ഷേത്ര ദർശനങ്ങൾ നടത്തുന്നതും അവിടെ വഴിപാടുകളും മറ്റും നടത്തുന്നതും ശനിപ്രീതി ലഭിക്കുവാൻ ഇടയാക്കുന്നതായിരിക്കും. ആവശ്യതയുള്ളവർക്കും അർഹതയുള്ളവർക്കും നിങ്ങളാൽ കഴിയുന്ന സഹായങ്ങൾ ചെയ്യുന്നത് ശുഭകരമായിരിക്കും. അതുപോലെ ലഹരി പദാർത്ഥങ്ങൾ, മത്സ്യമാംസാദികൾ എന്നിവ ഒഴിവാക്കുന്നതും നല്ലതാണ്. ഈ സമയത്ത് ആരെയും വഞ്ചിക്കാനും പാടില്ല. എല്ലാ കാര്യങ്ങളും ആത്മാർത്ഥതയോടെയും സത്യസന്ധതയോടും കൂടി ചെയ്യുന്നത് കൂടുതൽ പോസിറ്റീവ് ഫലങ്ങൾ ലഭിക്കുവാൻ ഇടയാക്കുന്നതായിരിക്കും. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു. വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.